ഹലോ ഗൈസ്, ഉച്ചക്കേക്ക് കറിക്ക് വെക്കാനൊന്നുമില്ലെന്നപ്പോൾ അതേ അച്ഛനൊരു സഞ്ചി നോക്കി മീനാണെന്ന് പറഞ്ഞ് പറ്റിച്ചു ഗൈസ്. അത് മീനല്ല, അതൊരു ഇരുമ്പും കഷ്ണമായിരുന്നു. അച്ഛൻ്റെ പണിയാവശ്യത്തിനായിരുന്നു. പക്ഷേ ചക്കക്കുരുവും മാങ്ങ ഉണ്ടായിരുന്നു. പറമ്പിൽ നിന്ന് ഒരു മാങ്ങയും കിട്ടി, ഇന്നലത്തെ ചക്കയുടെ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു ഉണക്കച്ചെമ്മീനിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 2-3 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു ഉള്ളി ഇട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റിയുള്ള പൊടികളൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് തേങ്ങയും തിരുമിയിട്ട് ഒരു ഉപ്പേരിയാക്കി. ഈ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ തട്ടിക്കൂട്ട് ഉപ്പേരി റെഡി. ഇനി എന്ത് വേണം? അപ്പോൾ നമ്മളെ ചക്കക്കുരു മാങ്ങയും നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതിനിടയിൽ 2-3 മുട്ട ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപ്പേരി പോലെ ചിക്കിയെടുത്തു. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നപ്പോൾ ചെമ്മീനില്ലേ, അത് വറുത്തെടുക്കണം. വറുത്ത് അതിൻ്റെ തലയും തൊലിയൊക്കെ പോക്കി നുരുമ്പി എടുത്തിട്ട് വേണം നമ്മൾ ആ മാങ്ങാക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതും സെറ്റായി. അപ്പോൾ എന്തായി? ചോറ് റെഡിയായി, ചക്കപ്പുഴുക്കായി, കറിയായി, ഉരുളക്കിഴങ്ങ് ഉപ്പേരിയായി, മുട്ട ഉപ്പേരിയായി. ഒരു കണക്കിന് മീൻ കിട്ടാഞ്ഞത് നന്നായി. ഒരു പക്ഷേ മീൻ കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കറികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് തിന്നു. ടാറ്റാ ബൈ ബൈ.